ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലൂടെ ഒരു ബോട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചു. ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നല്ല നല്ല കാഴ്ചകളാണ്. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഉള്ള കാഴ്ചകൾ കുറച്ച് എടുത്തതാണ്. ഇതിപ്പോൾ ലാസ്റ്റ് ഫുള്ളായിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണണേ. പ്രൈവറ്റ് ബോട്ടാണ് ഇത്. കുറച്ച് ചാർജ് കൂടുതലാണ്. പക്ഷേ നമ്മൾ കുമരകം മുതൽ ആലപ്പുഴ വരെ ഒരു 45 മിനിറ്റ് ഉണ്ട്. 45 മണിക്കൂർ യാത്രയുണ്ട്. അതിനാകെ ഒരാൾക്ക് ചാർജ് വരുന്നത് 16 രൂപയാണ്. 16 രൂപക്ക് നല്ല അതായത് ഈ കായൽ അത്രയും മനോഹരമായൊരു സ്ഥലമാണ്. ഇതിൽ കരിമീൻ, കായലിപ്പം ഈ ഭാഗത്തൊക്കെ കുമരകത്തിവിടെ കായലിലോട്ട് ഭയങ്കര പോളയൊക്കെ നിറഞ്ഞിട്ടാണുള്ളത്. മുന്നേ ഞാൻ പോകുമ്പോഴൊക്കെ ഇത്രയൊന്നും ഉണ്ടായില്ല. ഇതിപ്പം ഭയങ്കര പോളയാണ്. കായലിൽ വളരുന്ന ഒരു തരം ചെടിയാണ്. ഇതിപ്പം വൈകുന്നേരം 4:30ക്കുള്ള ബോട്ടാണ്. കുമരകത്ത് നിന്ന് മുഹമ്മയിലോട്ട് സർവീസ് നടത്തുന്ന ഗവൺമെൻറ്റിൻ്റെ ബോട്ട്. അപ്പോൾ അത് വന്നിട്ട് തിരിച്ചൊക്കെ ചെയ്തു. ഞങ്ങളതിൽ കയറിയിരുന്നു. കുറേ ആൾക്കാരുണ്ടായി യാത്ര ചെയ്യാൻ. ഇതൊക്കെ പ്രൈവറ്റായിട്ടുള്ള ബോട്ടുകളാണ്. ചെറിയ ബോട്ടുകൾ തളങ്ങും വിലങ്ങും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുന്ദരമായിട്ടുള്ള ഒരു ഇങ്ങനെ പരന്ന് കിടക്കുന്ന കായലാണ്. അതിലൂടെ ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതായത് വേറൊരു യാത്രാ ബോട്ടാണ്. യാത്രാ ബോട്ടല്ല, ഇത് ഹൗസ് ബോട്ടാണ്. അപ്പം ഒരു ദിവസം 24 hours ഈ കായലിൽ തന്നെ ഇങ്ങനെ ചുറ്റി രാത്രി അതിൽ തന്നെ ഉറങ്ങും. അങ്ങനെ കുറേ പേര് ബുക്ക് ചെയ്ത് പോകാറുണ്ട്. അതാണ് ഹൗസ് ബോട്ട്. അതിൽ തന്നെ ഫുഡുകളും കായൽ മത്സ്യങ്ങൾ, അങ്ങനെ ഫിഷ് ഐറ്റംസൊക്കെയുള്ള ഫുഡ് എന്ത് വേണമെങ്കിലും നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് കിട്ടും. അത് കായലിൽ തന്നെയാണ് ഉറങ്ങൽ. ഒരു ദിവസം ഫുള്ള് ഈ കായലിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടും ചിലയിടത്ത് നിർത്തിക്കൊണ്ടൊക്കെ ആ ഹൗസ് ബോട്ട് നിൽക്കും. അതിന് ഏറ്റവും കുറഞ്ഞ 10,000 രൂപയാണ് ചാർജ് വരുന്നതെന്നാണ് പറഞ്ഞത്. ഫാമിലി ആയിട്ടാണ് മെയിനായിട്ട് പോവാറ്. ഇത് പിന്നെ സഞ്ചാരികളൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റി വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോട്ടാണ്. പിന്നെ ഇപ്പോൾ ഒരെണ്ണം വരും. ഇതൊരു വേറെന്തോ ഒരു ടൈപ്പ് ബോട്ടാണ്, ഇച്ചിരി സ്പീഡ് ഉള്ള. പിന്നെ അങ്ങനെ തളങ്ങും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ബോട്ട് യാത്രാ ബോട്ടാണ്. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ്. ആ ബോട്ടായിരുന്നു 10-35 വർഷത്തോളം ഈ ബോട്ടാണ് 10-35 വർഷത്തോളം ഇവിടുത്തെ വാപ്പി ഓടിച്ചുകൊണ്ടിരുന്ന ഈ കായലിലൂടെയും പിന്നെ കോട്ടയം മുതൽ ആലപ്പുഴ വരെയുള്ള വെള്ളത്തിലൂടെ ഓടിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വാപ്പി ഓടിക്കുന്ന ജോലിയായിരുന്നു. ഒരുപാട് വർഷത്തോളം ഈ വെള്ളത്തിൽ, അതായത് മഴയത്തും വെയിലത്തും ഒക്കെ മെയിനായിട്ടുള്ള ഒരു സ്രാങ്ക് ബോട്ട് ഓടിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ പെൻഷനായി. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കായലിലൂടെ ഒരു യാത്ര. ഞാൻ കോട്ടയത്ത് എവിടെയാണ് മെയിനായിട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതാണ് പറയൽ. അതായത് കുമരകം മുതൽ ആലപ്പുഴ വരെ ഈ കായലിലൂടെ നല്ല രസമുണ്ട്. നമുക്ക് ഒന്നുമില്ല, ആകാശവും ഈ വെള്ളവും മാത്രം. അത്രയും നല്ല. പിന്നെ ഇടയ്ക്ക് മീൻ പിടിക്കുന്നതൊക്കെ കണ്ട് ഞങ്ങൾ. പിന്നെ ബോട്ടുകൾ, ഇത് ഹൗസ് ബോട്ടൊക്കെയാണെന്ന് തോന്നുന്നു, അവിടെ നിർത്തിയിട്ടിരിക്കുന്നതാണ് പറഞ്ഞത്, വെള്ളത്തിൻ്റെ നടുക്ക്. ഇതിപ്പം നമ്മൾ കുമരകം മുതൽ ആലപ്പുഴ വരെ പോകുന്നതാണ്. പക്ഷേ അങ്ങ് അപ്പുറ സൈഡിലോട്ടും ബണ്ട് റോഡ് അങ്ങോട്ടും കുറേ ഉണ്ട്. പിന്നെ ഇതിന് ചെറിയ
കൈവഴി പുഴകൾ വന്നിട്ട് എന്താണ് ആറുകളൊക്കെ വന്ന് ഇതിലോട്ട് ചേരുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അത് സൈഡിലൂടെ നമുക്ക് വേറെ യാത്രാ ബോട്ടുണ്ട്. അത് ഓരോ ഇപ്പം ബോട്ടിൽ ഇറങ്ങുന്ന സ്ഥലത്തിന് ബോട്ട് ജെട്ടി എന്നാണ് പറയൽ. അങ്ങനെ കുറേ ജെട്ടികളുണ്ട്. നമ്മൾ സാധാരണ ബസ്സിനും ട്രെയിനിനൊക്കെ പോകുന്ന പോലെ ഇവിടുത്തെ ആൾക്കാർ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്കൊക്കെ എറണാകുളത്തേക്കൊക്കെ ബോട്ടിന് പോകാറുണ്ട്. ചാർജ് കുറവാണ്. നല്ല രസത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ എവിടെയോ നടുക്കെത്തിയപ്പോഴാണ് പറഞ്ഞത് 2007 വാപ്പി പെൻഷനാവുന്നതിന് 1 വർഷം മുന്നേ ഇവിടെ ഒരു ബോട്ട് അപകടം. അതായത് കുറേ 200 എത്രയോ പേര് ഒരു ബോട്ടിൽ കയറി. അതായത് PSC പരീക്ഷയ്ക്ക് എന്തോ കൂടുതൽ ആൾക്കാർ കയറിയത് കൊണ്ട് അങ്ങനെ ബോട്ട് മറിഞ്ഞൊരു ബോട്ട് അപകടം, ബോട്ട് ദുരന്തം ഉണ്ടായ സ്ഥലം ഇവിടെ എവിടെയോ നടുക്കാന്ന് പറഞ്ഞ് നടുക്കത്തുണ്ടായി. കുമരകം കഴിഞ്ഞിട്ട് കുറച്ച് എത്തുമ്പോഴേക്ക് ഇത് മഴക്കാലത്തൊക്കെ ഞാൻ മഴക്കാലത്തും പോയിട്ടുണ്ട് ഈ ബോട്ടിലൂടെ. ഭയങ്കര ഒരു പേടി തോന്നും, പക്ഷെ എന്നാലും നല്ല രസമാണ്. ഇതിപ്പം വേനൽക്കാലമാണല്ലോ. മഴക്കാലത്ത് ഭയങ്കര വെള്ളമായിരിക്കും, കാറ്റും ഒക്കെ ഉണ്ടാവും. ഇത് നല്ല സുന്ദരമായിട്ട് ഇങ്ങനെ കായലിലൂടെ ഞാൻ ലൈവ് ഇടാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പിന്നെ മറന്നു. ഇത് വേറൊരു യാത്രാ ബോട്ട് നമ്മളെ പാസ് ചെയ്തു. അപ്പോൾ എനിക്കത് ഫുള്ള് കിട്ടിയില്ല, ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതുകൊണ്ട്. അങ്ങനെ ഇവിടെ ഒരു ചുവന്ന സാധനം എന്തോ ദിശ അറിയാൻ അങ്ങനെ എന്തോ ഇവിടെ നമുക്ക് നടുക്കായിട്ടൊരു മരം പോലെയൊക്കെ സോം ചെയ്ത് കാണിക്കുന്ന സ്ഥലം. ഇത് പാതിരാമണൽ കുറച്ചുകൂടി ലാസ്റ്റ് അവിടെ കുറെ മരങ്ങളൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് പോലെയുള്ള ഒരു ദ്വീപ്, അതായത് കായലിന്റെ നടുക്കായിട്ടാണ്. ബാക്കി അതിന് ചുറ്റും വെള്ളമാണ്. അവിടെ ഒരു ദിവസം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മീൻ പിടിക്കുന്ന നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴും കണ്ടു, തിരിച്ചു വരുമ്പോഴൊക്കെ കണ്ടു. കരിമീനും ചെമ്മീനെല്ലാം ഉണ്ടാവും. പലതരം മീനുകൾ ഈ കായലിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ തിരിച്ച് വരുമ്പോൾ നല്ല നമ്മൾ ഇരുട്ടായിട്ടുണ്ടായി. അപ്പോൾ നല്ല വ്യൂ ഉണ്ടായി തിരിച്ച് വരുമ്പോൾ. അപ്പോൾ അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റിലുണ്ട് അതൊക്കെ. പിന്നെ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ട് പിന്നെ സൺസെറ്റും കണ്ടു നമ്മൾ. സന്ധ്യ ഒരു 6:45-7 മണിയൊക്കെ ആ സമയത്ത് നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് ഈ ഇരുട്ടത്ത്, അതായത് കായലിലൂടെ ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ കുറേയൊക്കെ നിർത്തിയിട്ട് സന്ധ്യ ആയപ്പോൾ പിന്നെ അങ്ങനെ ഇല്ല. പിന്നെ ചിലത് കായലിൽ തന്നെ നിർത്തിയിട്ട് മറ്റേ നൈറ്റ് ഫുള്ള് ഹൗസ് ബോട്ടൊക്കെ നൈറ്റ് ഫുള്ള് അവിടെ സ്റ്റേ ചെയ്യും. അതായത് അത് ടൂറിസ്റ്റുകളെയൊക്കെ കൊണ്ട് ഉള്ള ബോട്ടുകളാണ്. അത് കായലിൽ തന്നെ നിർത്തിയിടുന്നൊക്കെയാണ് പറഞ്ഞത്.
നമ്മളിപ്പം കുമരകത്തുനിന്ന് 4:15 4:15 ബോട്ട്